ഞാനും ജിഞ്ചർ കുട്ടനും കൂടെ നടക്കാൻ വന്നതാണ്. ജിഞ്ചർ ഒരു വകയും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഇത് കള്ളനാണ്, കള്ളൻ. എത്ര നടത്തിക്കാൻ നോക്കിയാലും നടക്കില്ല. ഒരു പാട് വെട്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ അവനെ കൊണ്ടുവന്നത്. ഓരോരോ ഡ്രൈ ഫുഡായിട്ട് ഓരോ പടിയിലിങ്ങനെ വച്ച് ഇവനെ കൊണ്ടുവരണ കാര്യം ആലോചിക്കുമ്പോഴേ തന്നെ വയ്യ. അവൻ്റെ സൂത്രപ്പണിയുണ്ട്. ഇത് നോക്കണേ, ഞാൻ ഇവിടെ ഡ്രൈ ഫുഡിൻ്റെ എഴുതി ഡിബ്ബ വച്ചേക്കുന്നുണ്ട്. അവൻ പതുക്കെ ഞരങ്ങി ഡ്രൈ ഫുഡ് അടിച്ച് മാറ്റി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങോട്ട് കിടന്നതാണ് കേട്ടോ. സൂത്രം കാണിച്ച് ഒറ്റടി വെച്ച് ഞരങ്ങി ഇവിടെ എത്തി. എല്ലാവരും ഇവൻ്റെ പൂച്ച സ്നേഹികളൊക്കെ അവിടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയിട്ട് പറയും, ഇവനെ ഇങ്ങനെ അത് അടുത്തവൻ്റെ സൂത്രമാണ് കേട്ടോ. ഈ സൗണ്ട് വയ്ക്കണം. ഒറ്റ ഓട്ടത്തിൽ വന്നിട്ട് ഈ കണ്ട ഒറ്റ ഇങ്ങനെ വന്നിട്ട് ഈ ഡ്രൈ ഫുഡ് കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് അവൻ്റെ ഈ മധുരസ്വരം. ഇതേപോലെ 2-3 വീതം വച്ച് കൊടുത്താണ് ഇതുവരെയും കൊണ്ടുവന്നത് കേട്ടോ. തടിയച്ചനായി വീർത്ത് പൊട്ടാറായവൻ. ഇവനെ നമ്മൾക്ക് അധികമൊന്നും അനുസരിപ്പിക്കാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഇവൻ എന്തേണ്ട 2 കൈയും കൊണ്ട് കൂട്ടി പിടിച്ചിട്ട് നഖം ഇറക്കിത്തരും. മറിഞ്ഞു കിടന്ന് ഇന്ന് അവന് കിട്ടിയ ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഇന്ന് ചിക്കൻ ലിവറും അതിൻ്റെ ഗ്രിസാഡും ഒന്നും ഇല്ല ഇന്ന്. അപ്പോഴത്തേക്ക് ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കാലും എല്ലും ഇത്. അപ്പം ഞാനെന്ത് ചെയ്തെന്നോ, ചിലപ്പം ഇനി ഏതെങ്കിലും ഒരു ഗതികെട്ട ദിവസം അങ്ങനെ ഇറച്ചിയൊന്നുമില്ല, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് തലയെല്ലാം അപ്പോൾ അതാണ് ഇന്ന് അവിച്ച് പിന്നെ ചോറിൻ്റെ കൂടെ കുഴച്ച് വെച്ച് കൊടുത്തത്. അതെല്ലാം കഴിച്ചു. അവൻ അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇന്ന് വലിയ ബഹളമൊന്നും കാണിച്ചില്ല വീടിനകത്തോട്ട് വരാൻ വേണ്ടിയിട്ടേ. അങ്ങനെ തന്നെ കിടക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മനസ്സുകൊണ്ട് വിചാരിക്കണേ ഇവനെയും കൊണ്ട് നടക്കാൻ വരണമെന്നേ. അപ്പോഴത്തേക്ക് ഇവൻ്റെ ലീഷിൻ്റെ കോലം കണ്ടോ. ഇവൻ തടിയനായപ്പോഴത്തേക്ക് അത് പിന്നെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇവനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങാത്ത കാര്യം. ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് പോലത്തെ ഒരു നൂലില്ലേ, അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടി വെച്ചാണ് ഇങ്ങ് കൊണ്ടുവന്നത്. നമുക്ക് ബലം പ്രയോഗിച്ച് വാടാന്ന് പറഞ്ഞുകൊണ്ട് വലിക്കാൻ പോലും പറ്റില്ല. നടക്കാൻ കൊണ്ട് പോകുമ്പോഴേ വലിക്കാൻ പറ്റത്തില്ല. നമ്മൾ വലിക്കുകയാണെങ്കിൽ ഈ ലീഷ് ഊരും. പിന്നെ ഇവൻ്റെ പുറകെ നമുക്ക് വഴിയെ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ നടുവിന് വേദന എടുപ്പിച്ചാണ് അവനെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ. ഞാനും ഇങ്ങനെ ഇവിടെ പൂച്ചകളോടൊപ്പം എനിക്ക് സന്തോഷമാണ്. പക്ഷെ സങ്കടങ്ങളും ഉണ്ട്, ക്ഷീണതയുണ്ട്. എന്താണെന്നറിയില്ല. സങ്കടങ്ങൾ വേറെ ഒന്നുമല്ല, ഇവരെ നോക്കണത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അടിയുണ്ടാവും, വഴക്കുണ്ടാവും. അങ്ങനെ അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. അതിൽ നിന്നൊന്നും കരകയറാൻ പറ്റില്ല. ജിഞ്ചർ കുട്ട അവൻ്റെ ചെവിയൊക്കെ എത്ര വൃത്തിയാക്കി കൊടുത്താലും അഴുക്ക്. ഇന്നലെ മറ്റേ എന്തോന്ന് സ്വെറ്റ് വൈപ്പറ എന്തോ സാധനം അതിട്ട് ഇന്നലെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തേ ഉള്ളൂ. പിന്നെ അഴുക്ക് തന്നെ. അവൻ്റെ സൂത്രം എന്ന് പറഞ്ഞാൽ അവൻ ഈ തലയെല്ലാം പൊക്കി നോക്കണമെന്ന് പറഞ്ഞാൽ ഈ സൂത്രം എന്ന് പറഞ്ഞാൽ അവന് ബാക്കിയിരിക്കുന്ന ഡ്രൈ ഫുഡും കൂടെ കഴിക്കണം. അത് നടക്കുമോ? എല്ലാം കൂടെ കഴിച്ചാലേ പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവന് ഛർദ്ദിക്കും.
ഡ്രൈ ഫുഡ് അധികം കഴിക്കുമ്പോഴേ വൊമിറ്റിങ് ചെയ്യുക. അത് തന്നെ വൊമിറ്റിങ് ചെയ്യും അവൻ. ഇവൻ പതിയെ സൂത്രം കാണിക്കണമെന്ന് പറഞ്ഞാൽ അവന് വേറെ ഒന്നും തന്നെ അല്ല, ഈ ഇരിക്കുന്ന ഡ്രൈ ഫുഡ് കൂടെ ഇവൻ ഇത്തിരി അകത്താക്കണം. അതോടെ പിന്നെ അവൻ ഓക്കെ ബാക്കി ഇരിക്കുന്നതുകൊണ്ട് ഡ്രൈ ഫുഡും കൂടെ തന്ന് ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ കാണും പോലെ അല്ല കേട്ടോ, ഇവൻ ഭയങ്കര ഇത് വലിപ്പം വെച്ച്. ആദ്യമേ വലിയ പൂച്ചയാണ്, ഇപ്പോൾ അതിനെ വലിപ്പം വെച്ച്. ഞാനെൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നേ ഇവനെ കാണിക്കത്തില്ല കേട്ടോ, ഞാൻ കാണിക്കത്തില്ല. ഇവൻ ഒളിവിൽ തന്നെയാണ് കഴിയണം. ഇവനെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്രയും പൊണ്ണത്തടിയാനാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് ഇവൻ ഗുണ്ടുമണി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഇവനെ ഓടിക്കാൻ പറയും. കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഡീസൻ്റായിട്ടുണ്ട്, വെളിയിൽ കൊണ്ട് ഇറക്കി വിട്ട് എങ്ങനെയെങ്കിലും തെണ്ടിത്തൊന്നും ജീവിച്ചോളും, കൊണ്ടുവിടാന്ന് പറയും. അതുകൊണ്ട് ഞാൻ ജിഞ്ചർ കൂട്ടിന് ചേട്ടൻ്റെ മുന്നേ കാണിക്കത്തില്ല. കിച്ചൻ്റെ ബാൽക്കണി കിടക്കുന്നുണ്ട്, അങ്ങേരെ അവിടെ വരത്തില്ല. അങ്ങേരെ അമ്മായിയാണ് അവിടെ, അതായത് എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. തൊട്ട് അടുത്തുള്ള വലിയ ഹാളിൽ അമ്മ ആ സൈഡിന് ഇരിക്കുന്നുണ്ട്. അമ്മായിയെ മറികടന്ന് വരാൻ മടിച്ചിട്ട് അങ്ങോട്ട് കിച്ചണിലോട്ട് വരത്തില്ല, അല്ലെങ്കിൽ വരുമായിരുന്നു, അങ്ങനെ വരത്തില്ല. അപ്പോൾ ഇവൻ അവിടെ ഒളിവിൽ കഴിയും പോലെ തന്നെ. പക്ഷേ ഇവൻ്റെ ഈ അപ്പിയിടലും സ്മെല്ലും ഒക്കെ ഫ്രണ്ട് റൂമിൽ നിന്ന് വന്ന് കയറുമ്പോൾ തന്നെ കിട്ടും, അപ്പോഴേ തന്നെ തുടങ്ങും. ഞാൻ എത്ര അധികം വൃത്തിയാക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല, ഒരു ചെറിയൊരു സ്മെല്ല് വീട്ടിനകത്ത് കാണും. അതിൻ്റെ പേരും പറഞ്ഞ് മിക്ക ദിവസവും വഴക്കും വെക്കണമെന്ന് തന്നെ. വഴക്ക് പറയണത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കൈയേറ്റം ചെയ്യണത് നമുക്ക് ചിലപ്പം ദേഹം വേദന മാത്രമല്ല, മാനസികമായിട്ടും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, ഈ പൂച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാണം കെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1 2 ഇപ്പം 3 കൊണ്ട് വച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. ഇത് വല്ലാത്തൊരു നാട്ടിൽ അകപ്പെട്ടു പോയി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നാട്ടിലെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആരെങ്കിലും നാട്ടും പുറത്തൊക്കെ വീടുള്ളവരുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും നമുക്ക് ഇവനെ അങ്ങ് കൊടുക്കാമായിരുന്നു. മറ്റു 2 പേരെ അങ്ങും കൊടുക്കത്തില്ല. കുഞ്ഞുവിന് വയ്യാത്തല്ലേ, അവൻ എത്രത്തോളം ജീവിച്ചിരിക്കുന്ന അവിടെ അവൻ കൂടെ ഇരുന്നിട്ടാണ്. ലിയോപ്പി അത് തന്നെ, ആരും അതിനെ നോക്കിയൊന്നുമില്ല കേട്ടോ. അതിന് കയ്യിലിരിപ്പൊക്കെ അല്പം മോശമാണ്. അതിന് വിഷമൊക്കെ ആണെങ്കിൽ കാലിൽ പിടിച്ച് ഇങ്ങനെ 2 കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് നഖം കുത്തി ഇറക്കും. പിന്നെ അതിനെ പിടിക്കാൻ പോണവരത് പിന്നെ മാന്തം. അപ്പോൾ ആരും കൂടെ ഒന്നും വയ്ക്കാനൊന്നും ആഗ്രഹിക്കില്ല. അപ്പം നമുക്കതിൻ്റെ ട്രിക്കുകളും സൂത്രങ്ങളും ഇഷ്ടം പോലെ അതിൻ്റെ മാന്തലും കീറലും എല്ലാം ഇങ്ങനെ കൊണ്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അഡ്ജസ്റ്റാണ്. റാബീസിൻ്റെ ഇഞ്ചക്ഷനൊന്നും എടുത്തില്ല, പക്ഷേ കടിക്കില്ല, നഖം കുത്തി ഇറക്കിക്കളയും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലിയോപ്പിയും കുഞ്ഞും മരിക്കുന്നവരെ കൂടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ വിചാരിക്കുന്നു. ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് കൂടിനകത്ത് അടച്ചിട്ടാലും അവിടെ മണ്ണും ചവിട്ടി തൂവി, മറ്റേ പൂച്ചകളൊക്കെ കൊണ്ട് കാണില്ലേ, അപ്പോഴത്തേക്ക് മണ്ണുമൊക്കെ ചവിട്ടി തൂവി കിടന്ന അഭ്യാസം കാണിക്കും. അല്ലെങ്കിൽ ഇവൻ നമ്മളിങ്ങനെ ബാൽക്കണിയിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര ഇതാവും. ഈ ഇടയ്ക്ക് എന്നതാണ്ട് ഇവൻ്റെ ചെവിയിലൊരു മുഴ പോലെ കാണിച്ചു തരാം. ഇപ്പം ഇല്ല, ഇവൻ്റെ ചെവിയിൽ ഒരു മുഴ പോലെ ഇവിടെ വന്നായിരുന്നു. ചെവിയിൽ ഒരു മുഴ പോലെ വന്നായിരുന്നു. അത് പക്ഷേ ഞാൻ ഞെക്കി കളഞ്ഞു. അപ്പോൾ എനിക്ക് 2 പിന്നെ അള്ളലും ഒക്കെ വെച്ച് തന്നു. 2 പിന്നെ ലിയോ ചെയ്യുന്ന പോലെ 2 കൈയും കൊണ്ട് കൂട്ടി എൻ്റെ കയ്യിൽ മാന്തിയൊക്കെ തന്നു. പക്ഷേ നല്ലവണ്ണം ഞെക്കിയ രക്തം അങ്ങ് വെളിയിൽ കളഞ്ഞതുകൊണ്ട് പിന്നെ അതങ്ങ് കരിഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കാതെ. ഞാൻ ഭയന്ന് കേട്ടോ, ഇവ ഇറച്ചിയൊക്കെ തിന്ന് ഇങ്ങനെ കിടന്ന് ഇനി ദൈവമേ വല്ല കുഞ്ഞുവിനെ പോലെ വല്ല അസുഖങ്ങളും വല്ലതും വരുമോ എന്ന് ഒരു ഭയമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചിക്കൻ മാറ്റിയിട്ട് മീനാക്കാമായിരുന്നു ഇവരെ ഭക്ഷണത്തിൽ. പക്ഷേ കുഞ്ഞു കഴിക്കില്ല, പണ്ടത്തെ പോലെ കുഞ്ഞു അങ്ങനെയൊന്നും കഴിക്കില്ല. മീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മീൻ അവിടെ ഇരുന്ന് നാറി അവിടെ ഇരിക്കും, അത് കഴിക്കില്ല. ലിയോ ആണെങ്കിൽ മീൻ കഴിക്കും, ഇറച്ചി കഴിക്കില്ല. പിന്നെ ഇവനും മീനൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
മീൻ കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇറച്ചി കഴിച്ചും കൊണ്ട് ഇങ്ങനെ കിടന്ന് കൂടയ്ക്കകത്ത് കിടന്ന് ഉറക്കം തന്നെ ജോലി. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഇവൻ്റെ ഈ ഉറക്കമേ ഇങ്ങനെ തിന്ന് കിടന്ന് ഉറങ്ങണത് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവും. പക്ഷെ വെളിയിൽ കൊണ്ടിറങ്ങിയാൽ നടക്കില്ല. അതേ കണ്ടില്ലേ, ഇത് കണ്ട, എവിടെയെങ്കിലും തിന്നും കൊണ്ട് കിടന്ന് ഉറങ്ങാനാണ് അവൻ്റെ ആഗ്രഹം. അമ്മയെന്ന് വിളിച്ച് അല്ലേടാ കൊച്ചേ? സിംഹക്കുട്ടിയാണ് കേട്ടോ, ശിങ്കക്കുട്ടി എന്താ, നല്ലൊരു സിംഹക്കുട്ടിയാണ്. ആർക്കെങ്കിലും വീട്ടിലൊക്കെ വളർത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. നല്ല ഇച്ചിരി കുളിപ്പിക്കുകയും വൃത്തിയായിട്ട് ബ്രഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് അവനെ കൂടെ നിർത്തുമെങ്കിൽ അടിപൊളിയാണ്. നടന്നുകൊണ്ടിങ്ങനെ തിരിയും, ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ ഹെൽത്തി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പോക്ക് കേസാണ്. എത്ര കാലം കാണും എന്ന് അറിയാൻ പറ്റത്തില്ല. ഹാർട്ട് അറ്റാക്കും മറ്റുമൊക്കെ വന്നേ തീരും. എനിക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വീടിനകത്ത് ഇങ്ങനെ തുറന്നു വിടാൻ പറ്റില്ല. കട്ടിൻ്റെ അടിയിലൊക്കെ കയറി മൂത്രം ഒഴിച്ച് വെക്കണോണ്ട് എനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ട് തന്നെ. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കൂടെ അങ്ങോട്ട് ഈ കരിങ്കല്ലടിച്ച് പൊട്ടിക്കും പോലെയാണ് ഇടിച്ച് കയറി തരണം. കയ്യിൽ ഞരമ്പുകൾ നോക്കി ഇടിച്ച് തരും. അപ്പോൾ എനിക്ക് പിന്നെ വീട്ടു ജോലിയും കാര്യങ്ങളും എല്ലാം കൂടെ ആകപ്പാടെ മാനസികമായിട്ടും ഡൗണായി പോകണം. അപ്പോൾ പിന്നെ തിന്നാനും കൊടുത്ത് ബാൽക്കണിയിൽ അവിടെ ഇട്ടയ്ക്കാവുന്നതേ ഉള്ളൂ. വീടിനകത്തോട്ട് കയറ്റി വിടുന്ന കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ ജിഞ്ചർ കുട്ടൻ്റെ കാര്യങ്ങൾ. ജിഞ്ചർ നടക്കില്ല. ജിഞ്ചർ പിന്നെ കണ്ട അവൻ്റെ നോട്ടം കണ്ടോ, ജിഞ്ചർ തലേൻ്റെ നോട്ടം കണ്ടോ. തലയിൽ ഒരു ലോഡ് ക്യാറ്റ് ഫുഡ് വെച്ച് കൊടുത്താൽ അവൻ തിന്നും. അവൻ്റെ തലയിൽ ഒരു ലോഡ് ക്യാറ്റ് ഫുഡ് തട്ടി വെച്ച് കൊടുക്കണം. അവൻ്റെ തലയിൽ ക്യാറ്റ് ഫുഡ് തട്ടി വെച്ച് കൊടുക്കട്ടെ. അവ ഇപ്പം എല്ലാം തറയിൽ വീഴുമ്പോൾ നുള്ളി പറക്കി തിന്നോളും. അങ്ങനത്തെ സാധനമാണ്. ഇപ്പോൾ ഈ ക്യാറ്റ് ഫുഡ് വെച്ച് കൊടുത്താണ് ഇവനെ ഓരോ കാര്യങ്ങളും ഞാൻ അനുസരിപ്പിക്കണം. കൂട്ടിനകത്ത് കയറാനും പിന്നെ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പിറക്കി ഇവൻ്റെ മണ്ണൊക്കെ എടുത്ത് കളയാനും, പിന്നെ അടിയിലൊരു ട്രേ ഉണ്ട് അതെടുത്ത് മാറ്റാൻ പോകുമ്പോഴും വീടിനകത്ത് ഓടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സൂത്രം എന്ന് പറഞ്ഞാൽ 2-3 ഡ്രൈ ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കും. അവ അതിനൊക്കെ ക്രിഷ് എന്ന് പറഞ്ഞ് തിന്നണതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ആ ട്രേ എല്ലാം എടുത്ത് വീട്ടിനകത്തോട്ട് വലിയും. അങ്ങനെയൊക്കെയാണ്. എൻ്റെ കാലിൻ്റെ അടുത്ത് വരെ വന്നവൻ സ്റ്റേ അടിച്ച് പിന്നെ നോക്കണണ്ട വീണ്ടും കിട്ടുമെന്ന് അവന് മനസ്സിലായില്ല. അതോ അവിടെയൊക്കെ കിടക്കുന്നത് അവൻ കണ്ടില്ല എന്നോ അല്ലെങ്കിൽ നടാൻ. അപ്പോൾ ഞാൻ കുഞ്ഞുവിനെ ലിയോപ്പിയെയും ബെഡ്റൂമിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ പിന്നെയും നാട്ടിൽ പോയി, വേറെ ഒരു ഡ്യൂട്ടി കിട്ടി, അങ്ങനെ പോയി. അപ്പം ഒരാഴ്ച പിന്നെയും ഇതായി റെസ്റ്റായെന്നല്ല, പൂച്ചകളെ കാര്യത്തിന്. ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ആ ജിഞ്ചർ കൂട്ടാനൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഒരാഴ്ച നാട്ടിൽ പോയിരിക്കണോണ്ട് അങ്ങനെ അത്രയും ഒരു ഇതുണ്ട്. പൂച്ചയുടെ പേരും പറഞ്ഞ് തല്ലുകൊള്ളണ്ട. പോകാൻ നേരവും പറഞ്ഞിട്ട് പോയി പൂച്ചകളെ എടുത്ത് വെളിയിലിട്, പിന്നെ വീടിനകത്ത് വയ്ക്കാനുള്ളതിനെ വീട്ടിൽ വയ്ക്ക്. പറയണതൊക്കെ ശരിയാവാം. പക്ഷേ ഇവർക്കും ഒരു ഇതൊക്കെ ഇല്ലേ, മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കും വിഷമങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ അടച്ചിടുമ്പോൾ അവർ വിഷമിക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണത്. അപ്പോൾ ഞാൻ പറയും പൂച്ചകളുള്ള വീടല്ലേ, അപ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. അപ്പോൾ എന്തോ സ്മെല്ല് വരുമെന്നാ എന്ന് പറഞ്ഞും കൊണ്ട് അപ്പോഴേ എന്നെ അടിക്കാൻ ചാടും. അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല. എന്ന് വെച്ചാൽ ഇവർ എത്ര കാലം എൻ്റെ കൂടെ ഉണ്ട് അത്ര കാലം ഞാൻ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അത്ര തന്നെ. ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ജിഞ്ചറിനെയും കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ല കിടാൻ. ഇത് കണ്ടില്ലേ.
അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.